1996 ജൂലൈ 13 കോക്കേഴ്സ് വാക്ക്, കൊടൈക്കനാൽ. കൊടൈക്കനാലിലെ പ്രശസ്തമായ ടൂറിസ്റ്റ് പ്ലേസാണ് കോക്കേഴ്സ് വാക്ക്. അന്ന് അവിടേക്ക് 40 വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീ കയ്യിൽ 2 സൂട്ട് കേസും ഒരു ഹാൻഡ് ബാഗുമായി ടൂറിസ്റ്റുകൾ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ വന്നതുപോലെ വന്നു നിൽക്കുകയായിരുന്നു. കുറച്ചുനേരം സ്ഥലങ്ങളെല്ലാം കണ്ടതിനു ശേഷം തൊട്ടടുത്തുള്ള ഒരു ടാക്സി സ്റ്റാൻഡിലെത്തി ഒരു ദൂരയാത്രയ്ക്ക് തയ്യാറായി. അവിടെയുണ്ടായിരുന്ന ഒരു ടാക്സിക്കാരനോട് എന്നെ കന്യാകുമാരിയിലെത്തിക്കണമെന്നായിരുന്നു അവർ പറഞ്ഞത്. ഇത് കേട്ടയുടനെ തന്നെ ടാക്സിക്കാരനും ഓക്കെ പറഞ്ഞു. കാരണം ഒരു ലോങ് ട്രിപ്പാണ് കിട്ടിയിരിക്കുന്നത്. അയാൾ ഉടനെ ആ സ്ത്രീയുടെ 2 സൂട്ട് കേസുകളും എടുത്ത് കാറിൽ വയ്ക്കാൻ ശ്രമിച്ചു. എന്നാൽ അതിന് ആ സ്ത്രീ സമ്മതിച്ചില്ല. അവർ ഒറ്റയ്ക്ക് തന്നെ ആ 2 സൂട്ട് കേസുകളും എടുത്ത് കാറിൽ വെച്ചു. ആ സ്ത്രീ കാറിൽ കയറിയതും ഡ്രൈവർ യാത്ര ആരംഭിച്ചു. എന്നാൽ കുറച്ചു ദൂരം മുന്നോട്ട് ചെന്നപ്പോൾ വഴിയിൽ വെച്ച് ആ കാറിന്റെ ടയർ പഞ്ചറായി. ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ സംഭവിച്ചതിൽ ഡ്രൈവറിനെക്കാളും കൂടുതൽ ടെൻഷൻ ആ സ്ത്രീക്കായിരുന്നു. ആ സ്ത്രീ ടെൻഷൻ അടിക്കുന്നത് കണ്ട ഡ്രൈവർ ഉടനെ തന്നെ തൊട്ടടുത്തുള്ള ടെലിഫോൺ ബൂത്തിൽ നിന്നും വേറൊരു ഡ്രൈവറിനെ വിളിച്ച് വരാൻ പറഞ്ഞു. വേറൊരു ഡ്രൈവറിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്, അവൻ ഇപ്പോൾ തന്നെ വരും, നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കൂ എന്ന് പറഞ്ഞ് അയാൾ ആ സ്ത്രീയെ സമാധാനിപ്പിച്ചു. വേറെ നിവൃത്തിയില്ലാതെ ആ സ്ത്രീ കാറിൽ നിന്നും ഇറങ്ങി വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. കുറച്ചു നേരത്തിനകം മറ്റൊരു ടാക്സി അവിടെ എത്തി. പക്ഷേ അതൊരു ഒമിനി വാനായിരുന്നു. ആ വാനിൽ ഡ്രൈവറായി വന്ന വ്യക്തിയുടെ പേര് രാജ. രാജയ്ക്ക് ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട്. അത് പിന്നീട് മനസ്സിലാവും. രാജ ടയർ പഞ്ചറായ ടാക്സിയിൽ നിന്നും ആ സ്ത്രീയുടെ ലഗേജുകൾ എടുക്കാൻ ഒരുങ്ങിയതും അവർ വളരെ ദേഷ്യത്തോടെ നിങ്ങളതിൽ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ കാറിൽ നിന്നും അവർ തന്നെ ആ ലഗേജുകൾ വളരെ കഷ്ടപ്പെട്ടെടുത്ത് ഒമിനിയിൽ വെച്ചു. ഇത് കണ്ട രാജ ആ സ്യൂട്ട് കേസിനകത്ത് പണവും ആഭരണങ്ങളുമായിരിക്കുമെന്നാണ് ആദ്യം വിചാരിച്ചത്. ആ സ്ത്രീയെയും കൂട്ടി രാജ അവിടെ നിന്നും യാത്ര ആരംഭിച്ചു. ഒമിനി വാനായതുകൊണ്ട് തന്നെ സൂട്ട് കേസുകൾ ആ സ്ത്രീ ഇരിക്കുന്നതിനടുത്ത് തന്നെയാണ് വെച്ചത്. ഡ്രൈവറുടെ സീറ്റിന്റെ പുറകിലെ സീറ്റിലായി ആ സ്ത്രീയും ഇരുന്നു. അങ്ങനെ അവർ കുറച്ചു ദൂരം മുന്നോട്ട് പോയി. എന്നാൽ ആ സ്ത്രീ ടാക്സിയിൽ കയറിയതിനു ശേഷം എന്തോ ദുർഗന്ധം അനുഭവപ്പെടുന്നത് രാജ ശ്രദ്ധിച്ചു. എന്തായാലും ആ സ്ത്രീയോട് അതിനെക്കുറിച്ച് ചോദിക്കുന്നത് മോശമാണെന്ന് ചിന്തിച്ച് അദ്ദേഹം വീണ്ടും യാത്ര തുടർന്നു. എന്നാൽ ഓരോ നിമിഷം കഴിയുന്തോറും അദ്ദേഹത്തിന് ആ ടാക്സിയിൽ ഇരിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ദുർഗന്ധം വന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ രാജ ഇടയ്ക്ക് ആ സ്ത്രീയെ തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇത്രയേറെ ദുർഗന്ധം വന്നിട്ടും ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെയാണ് ആ സ്ത്രീ ഇരിക്കുന്നത്. ഇതോടെ രാജയ്ക്ക് ചില പന്തികേടുകൾ തോന്നി തുടങ്ങി. കുറച്ചു ദൂരം കൂടി മുന്നോട്ട് ചെന്നപ്പോൾ രാജ വാൻ സൈഡാക്കി നിർത്തി. കാരണം ആ ദുർഗന്ധം സഹിക്കാൻ പറ്റാതായിരിക്കുന്നു. പുറത്തിറങ്ങിയ രാജ, നിങ്ങൾക്ക് ഈ ടാക്സിക്കകത്ത് നിന്നും കുറച്ചു നേരമായി ദുർഗന്ധം വരുന്നത് മനസ്സിലായോ, അതോ മനസ്സിലാവാത്ത രീതിയിൽ ഇരിക്കുന്നതാണോ എന്ന് ചോദിച്ചു. എന്നാൽ അതിനു മറുപടിയായി ആ സ്ത്രീ പറഞ്ഞത് എനിക്കൊരു ദുർഗന്ധവും വരുന്നില്ല എന്നാണ്. രാജയ്ക്ക് ദേഷ്യം വന്നു. എനിക്ക് 100% ഉറപ്പാണ് വണ്ടിയിൽ എന്തോ ദുർഗന്ധമുണ്ട്. നിങ്ങളുടെ സൂട്ട് കേസിലാണ് എനിക്ക് സംശയം. അതിനകത്ത് എന്താണെന്ന് എന്നോട് പറയാതെ ഇനി വണ്ടി മുന്നോട്ടെടുക്കാൻ കഴിയില്ല എന്ന് രാജ തറപ്പിച്ചു പറഞ്ഞു. ടാക്സി ഡ്രൈവർ പെട്ടെന്നിങ്ങനെ ചോദിക്കുമെന്ന് ആ സ്ത്രീയും വിചാരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സ്ത്രീ ഭയപ്പെടാൻ തുടങ്ങി. വേറെ വഴിയില്ലാതെ അവർ രാജയോട് സത്യം പറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് രാജയുടെ ശരീരം മുഴുവൻ ഭയം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ കാമുകനെ കൊന്നുകളഞ്ഞു. അവൻ്റെ ശരീരം ഈ സൂട്ട് കേസിനകത്ത് തുണ്ടുതുണ്ടായി വെട്ടിവെച്ചിരിക്കുകയാണ്. എനിക്കിപ്പോൾ വേണ്ടത് ഈ സൂട്ട് കേസ് എവിടെയെങ്കിലും ഉപേക്ഷിക്കണം. അതിന് നീ എന്നെ സഹായിക്കണം. അങ്ങനെ സഹായിക്കുകയാണെങ്കിൽ എത്ര പണം വേണമെങ്കിലും നിനക്ക് ഞാൻ തരാം. ഇത് കേട്ടതോടെയാണ് രാജ ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങിയത്. അവർ പറഞ്ഞതെല്ലാം കേട്ടതിനു ശേഷം ആ സ്ത്രീയെ സഹായിക്കാമെന്ന് സമ്മതിച്ച രാജ വീണ്ടും വാഹനം സ്റ്റാർട്ടാക്കി കന്യാകുമാരിയിലേക്കാണെന്ന് പറഞ്ഞ് യാത്ര തുടർന്നു. എന്നാൽ വണ്ടി നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. ടാക്സി പോലീസ് സ്റ്റേഷന് മുന്നിൽ നിർത്തിയ രാജ വണ്ടിയിൽ നിന്നും ഇറങ്ങി സ്റ്റേഷനകത്തേക്ക് ഓടി. പുറത്ത് എൻ്റെ ടാക്സിയും അതിനകത്ത് ഒരു സ്ത്രീയുമുണ്ട്. ആ സ്ത്രീയെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് രാജ ഉറക്കെ നിലവിളിച്ചു. എന്നാൽ ഈ സമയത്ത് ടാക്സിക്കകത്തുണ്ടായിരുന്ന ആ സ്ത്രീ പോലീസ് സ്റ്റേഷന് മുന്നിൽ വണ്ടി നിർത്തിയത് കണ്ട് വാനിൽ നിന്നും ഇറങ്ങിയോടി. എന്നാൽ അധിക ദൂരം പോകുന്നതിന് മുൻപ് തന്നെ പോലീസുകാർ ആ സ്ത്രീയെ പിടികൂടി. ആ സ്ത്രീയെ പിടിച്ചതിനു ശേഷം ആ ടാക്സിയിലുണ്ടായിരുന്ന 2 സൂട്ട് കേസുകളും പരിശോധിച്ചപ്പോൾ കണ്ട കാഴ്ച പോലീസുകാരെ ഞെട്ടിച്ചു കളഞ്ഞു. അതിനുള്ളിൽ ഒരു മനുഷ്യന്റെ ശരീരഭാഗങ്ങൾ വെട്ടി നുറുക്കി വെച്ചിരിക്കുകയാണ്. ആ 2 സൂട്ട് കേസുകളും കസ്റ്റഡിയിലെടുത്ത പോലീസ് കൂടുതൽ പരിശോധനകൾക്കായി മധുരയിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അതിനുശേഷമാണ് ആ സ്ത്രീയെ പോലീസ് ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. ഇന്ത്യയെ മുഴുവൻ വിറപ്പിച്ച, ഇന്നും ചർച്ചാ വിഷയമായി തുടരുന്ന ഒരു കേസിന് അവിടെ തുടക്കം കുറിക്കുകയായിരുന്നു. ആ സ്ത്രീയുടെ പേരായിരുന്നു ഡോക്ടർ ഓമന. ആരായിരുന്നു ഡോക്ടർ ഓമന? ആ സൂട്ട് കേസിനകത്തുള്ള ശരീരഭാഗങ്ങൾ ആരുടെയാണ്?
നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. നവംബർ 24 കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് ഓമന ഈഡൻ ജനിക്കുന്നത്. ഓമനയുടേത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നുവെങ്കിലും പഠനത്തിൽ മിടുക്കിയായിരുന്ന അവളെ മെഡിസിന് വിട്ട് ഡോക്ടറാക്കാനായിരുന്നു പാരന്റ്സ് തീരുമാനിച്ചത്. 1981 ഒഫ്താൽമോളജിയിൽ MBBS പൂർത്തിയാക്കിയ ഓമന ഒരു ഐ ഡോക്ടറായി. അങ്ങനെ സമൂഹത്തിൽ വളരെ ഉന്നതിയിൽ നിൽക്കുന്ന സമയത്താണ് കോളേജിൽ പഠിക്കുന്ന സമയത്തെ തന്റെ കാമുകനും നിലവിൽ പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയെ ഓമന വിവാഹം കഴിക്കുന്നത്. ഇവർക്ക് പിന്നീട് 2 കുട്ടികളും ജനിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവരുടെ വീട് പുതുക്കി പണിയുന്നതിനു വേണ്ടി ഒരു എഞ്ചിനീയറിനെ കണ്ടെത്തണമെന്ന് ഓമന ഭർത്താവിനോട് പറഞ്ഞു. ഈ കാര്യങ്ങൾ നോക്കാൻ തനിക്ക് സമയമില്ല, നീ തന്നെ നോക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് ഒരു എഞ്ചിനീയറിനെ കണ്ടെത്താൻ രാധാകൃഷ്ണൻ ഓമനയോട് ആവശ്യപ്പെട്ടു. പിന്നീട് വീട് പുതുക്കി പണിയുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും ഓമനയ്ക്കായിരുന്നു. അങ്ങനെയാണ് ഓമന തന്റെ നാടായ പയ്യന്നൂരിലുള്ള ഒരു കോൺട്രാക്ടറും ആർക്കിടെക്റ്റുമായ മുരളീധരനെ കണ്ടുമുട്ടിയത്. അദ്ദേഹത്തോട് തന്റെ വീട് പുതുക്കി പണിയുന്നതിനെക്കുറിച്ച് ഓമന സംസാരിക്കുകയും അതിന് പ്രകാരം ഒരു പ്ലാൻ തയ്യാറാക്കി പണി ആരംഭിക്കുകയും ചെയ്തു. ആ വീട്ടിൽ മുരളീധരൻ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യവും ഓമനയുടെ ഭർത്താവായ രാധാകൃഷ്ണൻ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാതിരിക്കുകയും ചെയ്തതോടെ ഓമനയ്ക്കും മുരളീധരനുമിടയിൽ ഒരു റിലേഷൻഷിപ്പ് ഉടലെടുക്കാൻ കാരണമായി. ഇവരുടെ പ്രണയബന്ധം ദിവസങ്ങൾ പോകുന്തോറും എല്ലാ ലിമിറ്റുകളും ക്രോസ് ചെയ്തു. അവർക്കിടയിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് കൂടി ആരംഭിച്ചതോടെ ഓമന മുരളീധരന് ഇടയ്ക്കിടെ ഒരുപാട് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കൊടുക്കുന്നതും വളരെ നേരം ഇരുവരും ഒരുമിച്ച് കറങ്ങി നടക്കുന്നതും ശീലമാക്കി. അങ്ങനെയിരിക്കുമ്പോഴാണ് ഒരു സമയത്ത് ഈ കാര്യങ്ങൾ രാധാകൃഷ്ണനും അവരുടെ കുടുംബവും അറിയുന്നത്. ഇതോടെ രാധാകൃഷ്ണൻ കുട്ടികളെയും കൂട്ടി ഓമനയുടെ അടുത്തു നിന്നും മാറി താമസിക്കാൻ തീരുമാനിച്ചു. എന്നാൽ അതിനെക്കുറിച്ചൊന്നും ഓമന അധികം ചിന്തിച്ച് തലപുണ്ണാക്കിയില്ല. ആ സമയത്ത് മുരളീധരനോടുള്ള പ്രണയം ഓമനയെ മറ്റെല്ലാത്തിൽ നിന്നും അകറ്റിയിരുന്നു. നിലവിൽ തടസ്സങ്ങളെല്ലാം മാറിയതുകൊണ്ട് തന്നെ ഓമന കൂടുതൽ നേരം മുരളീധരനോടൊപ്പം ചിലവഴിക്കാൻ തുടങ്ങി. ഇതോടെ ഓമനയ്ക്ക് സമൂഹത്തിലുണ്ടായിരുന്ന നല്ല പേര് നഷ്ടപ്പെട്ടു. അതൊന്നും കാര്യമാക്കാതെ മുരളീധരനോട് നീ എന്നെ കല്യാണം കഴിക്കണമെന്നും എന്റെ കൂടെ താമസിക്കണമെന്നും പറഞ്ഞ് ശല്യപ്പെടുത്താനും തുടങ്ങി. പക്ഷെ മുരളീധരനും കല്യാണം കഴിഞ്ഞതാണ്. അതിൽ 2 കുട്ടികളുമുണ്ട്. വാസ്തവത്തിൽ മുരളീധരന് തന്റെ ഭാര്യയെയും 2 കുട്ടികളെയും ഉപേക്ഷിച്ച് വരാൻ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും ഈ കാര്യം പറഞ്ഞ് ഓമനയുടെയും മുരളീധരനുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ആ സമയത്തും മുരളീധരൻ എപ്പോൾ പണം ചോദിച്ചാലും ഓമന അവന് കൊടുത്തുകൊണ്ടേയിരുന്നു. പണം മാത്രമല്ല, അതിനോടൊപ്പം ഒരുപാട് ഗിഫ്റ്റുകളും കൊടുക്കുമായിരുന്നു. ഈ ഒരു സമയത്താണ് ഓമന മുരളീധരനോടൊപ്പം മലേഷ്യക്ക് പോവാൻ വേണ്ടി ആമിന ബിന്ദിയ അറബ്ദുല എന്ന പേരിൽ ഒരു കള്ള പാസ്പോർട്ട് തയ്യാറാക്കിയത്. ആദ്യം ഓമനയാണ് മലേഷ്യയിലേക്ക് പോയത്. അവൾ പോയതിനു പുറകെ തന്നെ മുരളീധരനും മലേഷ്യക്ക് പോയി. അങ്ങനെ 2 പേരും കള്ളപ്പേരിൽ തന്നെ മലേഷ്യയിൽ രജിസ്റ്റർ മാരേജ് ചെയ്യുകയും ചെയ്തു. എന്നാൽ മുരളീധരന് ഓമനയുടെ കൂടെ ജീവിക്കാൻ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ ഓമനയുടെ അടുത്തു നിന്നുള്ള പണത്തിനും ഗിഫ്റ്റുകൾക്കും വേണ്ടിയാണ് അയാൾ ആ ബന്ധം തുടർന്നുകൊണ്ടേയിരുന്നത്. ഇതൊന്നും ശ്രദ്ധിക്കാതിരുന്ന ഓമന മലേഷ്യയിൽ ഒരു ഐ ഡോക്ടറായി ജോലി ചെയ്യാൻ ആരംഭിച്ചു. എന്നാൽ അതിൽ നിന്നും സമ്പാദിക്കുന്ന പണം മുഴുവനും കൈക്കലാക്കിയത് മുരളീധരനാണ്. മുരളീധരന് തന്റെ പണം മാത്രമേ ആവശ്യമുള്ളൂ, തന്നെ ആവശ്യമില്ല എന്ന് പതിയെ ഓമനയ്ക്ക് മനസ്സിലായി തുടങ്ങി. ഇങ്ങനെയൊരുത്തിന് വേണ്ടിയാണല്ലോ ഞാൻ എന്റെ കുടുംബം തകർത്തത് എന്നാലോചിച്ച് അവർക്ക് ഭ്രാന്ത് പിടിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം മുരളീധരൻ ഓമനയോട് വീണ്ടും പണം ആവശ്യപ്പെട്ടത്. ഇനി നൽകാൻ എന്റെ കയ്യിലില്ല എന്ന് ഓമനയും പറഞ്ഞു. ഇതോടെ അവർക്കിടയിൽ തർക്കം തുടങ്ങി. ഓമനയുമായി വഴക്കിട്ടതിനു ശേഷം മുരളീധരൻ നേരെ ഇന്ത്യയിലേക്ക് തിരിച്ചുപോയി. അതിനുശേഷം ഫോൺ മുഖേന ഓമനയോട് പണം ചോദിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഓമനയ്ക്ക് ഏകാന്തത മൂലം മുരളീധരനെ തന്റെ ജീവിതത്തിൽ നിന്നും അടർത്തി മാറ്റാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അയാൾ ചോദിച്ച കാര്യങ്ങളെല്ലാം അവൾ വീണ്ടും ചെയ്തു കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു സമയത്ത് ഓമനയുടെ കയ്യിൽ കൊടുക്കാൻ പണമില്ലാതെ വന്നപ്പോൾ അതിനു പകരമായി ആഭരണങ്ങൾ നൽകി. ഇതിനെല്ലാം ശേഷമാണ് മുരളീധരന്റെ യഥാർത്ഥ മുഖം ഓമന തിരിച്ചറിഞ്ഞത്. ഒരു ദിവസം ഓമന മുരളീധരന് പണവും സമ്മാനങ്ങളുമെല്ലാം നൽകുന്നത് പൂർണ്ണമായും നിർത്തി. അത്രയും കാലം സ്നേഹത്തോടെ പെരുമാറി പണം വാങ്ങിച്ച മുരളീധരൻ അവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. നീ കള്ള പാസ്പോർട്ടിലാണ് മലേഷ്യയിലേക്ക് പോയത് എന്നുള്ള കാര്യം ഞാൻ എംബസിയിൽ പറയുമെന്ന് പറഞ്ഞാണ് മുരളീധരൻ ഭീഷണിപ്പെടുത്തിയത്. മുരളീധരന്റെ ഭീഷണിപ്പെടുത്തൽ ഓമനയുടെ മനസ്സിൽ പക വളർത്തി. അവൾ മുരളീധരനെ ഫോൺ വിളിച്ചതിനു ശേഷം ഞാൻ ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്, പണവും സ്വർണ്ണാഭരണങ്ങളുമെല്ലാം നേരിട്ട് നൽകാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. എന്നാൽ ഓമന മലേഷ്യയിൽ നിന്നും ഒരു പ്ലാൻ തയ്യാറാക്കിയതിനു ശേഷമാണ് ഇന്ത്യയിലേക്ക് ഫ്ലൈറ്റ് കയറിയത്.
അതായിരുന്നു മുരളീധരന്റെ കൊലപാതകം. അങ്ങനെ 1996 ജൂലൈ 6 ഓമന മലേഷ്യയിൽ നിന്നും ട്രിവാൻഡ്രം എയർപോർട്ടിലെത്തി. അതിനുശേഷം നേരെ തന്റെ സഹോദരന്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ ചെന്ന് തന്റെ സഹോദരനെ നേരിട്ട് കണ്ട് എനിക്ക് ഡൽഹിയിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഡൽഹിയിലേക്ക് പോകണമെന്ന് നുണ പറഞ്ഞ് ജൂലൈ 7 തന്നെ ഊട്ടിയിലെത്തി. അതിനുശേഷം ഊട്ടി റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഒരു ലോഡ്ജിൽ മുറിയെടുത്തു. എന്നാൽ ഒരു മലയാളിയുടെ രൂപത്തിലായിരുന്നില്ല ഓമന അവിടെ എത്തിയത്. പകരം ഡൽഹിയിൽ നിന്നും ടൂറിസ്റ്റായി വന്ന ഒരു സ്ത്രീയെ പോലെയായിരുന്നു അവർ പെരുമാറിയത്. ഹേമ എന്നൊരു കള്ളപ്പേരിലാണ് ഓമന അവിടെ മുറി വാടകയ്ക്കെടുത്തത്. റൂമിലെത്തിയ ഓമന ഒരു നിമിഷം ബെഡിൽ സൈലന്റ് ആയിരുന്നു. ശേഷം തുടർന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അവരുടെ മനസ്സിലേക്ക് വന്നു. കുറച്ചു നേരത്തിനകം അവിടെ നിന്നും പുറത്തിറങ്ങിയ ഓമന 7 കിലോമീറ്ററിനപ്പുറത്തുള്ള IGGI എന്നൊരു റിസോർട്ടിലെത്തി റോസ്മേരി എന്ന കള്ളപ്പേരിൽ മറ്റൊരു ആഡംബര റൂം കൂടി ബുക്ക് ചെയ്തു. ഇങ്ങനെ 2 റൂമുകൾ വാടകയ്ക്കെടുത്തതിനു ശേഷം അവിടെയുള്ള സ്ഥലങ്ങൾ ചുറ്റിക്കാണാൻ തുടങ്ങി. അവർ പോയ എല്ലാ സ്ഥലങ്ങളിലും വളരെ ശ്രദ്ധയോടെ മലയാളവും തമിഴും അറിയാത്ത രീതിയിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് എല്ലാവരോടും സംസാരിച്ചത്. അതേ ദിവസം തന്നെ ഓമന ഊട്ടിയിൽ നിന്നും കാലിക്കറ്റിലേക്ക് പോയി. അവിടെ എത്തിയതിനു ശേഷം ഒരു ടെലിഫോൺ ബൂത്തിൽ നിന്നും മുരളീധരനെ വിളിച്ച് നേരിട്ട് കാണണമെന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് മുരളീധരൻ കാലിക്കറ്റിലെത്തി. ഞാൻ നിനക്ക് പണവും ആഭരണങ്ങളുമെല്ലാം നൽകാനാണ് വന്നത്, എന്നാൽ ഇപ്പോൾ അതെല്ലാം ഊട്ടിയിലെ ഒരു റിസോർട്ടിലാണ് ഇരിക്കുന്നത്. നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് പോവാമെന്നും കുറച്ചു ദിവസം വളരെ ഹാപ്പിയായി സമയം ചിലവഴിക്കാമെന്നും അതിനുശേഷം ഞാൻ നിനക്ക് പണവും സ്വർണ്ണാഭരണങ്ങളുമെല്ലാം തരാമെന്നും പറഞ്ഞു. പണം കിട്ടാൻ പോകുന്ന സന്തോഷത്തിൽ മുരളീധരൻ അതിന് സമ്മതിച്ചു. അയാൾ തന്റെ ഭാര്യയോടും മക്കളോടും ഹൈദരാബാദിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഓമനയുടെ കൂടെ ഊട്ടിയിലേക്ക് പോയി. അങ്ങനെ ഊട്ടിയിലെത്തിയ അവർ രണ്ടുപേരും ഓമന രണ്ടാമത് ബുക്ക് ചെയ്ത IGGI എന്ന റിസോർട്ടിലെത്തി. ആദ്യത്തെ ദിവസം മുഴുവനും ഓമന മുരളീധരനോടൊപ്പം വളരെ സന്തോഷത്തോടെ സമയം ചിലവഴിച്ചു. 1996 ജൂലൈ 9 രാത്രി ഓമന അത്യാഡംബരമായ ഒരു ഡിന്നർ പാർട്ടിയാണ് ആ റിസോർട്ടിൽ വെച്ച് മുരളീധരന് നൽകിയത്. എന്നാൽ അതാണ് തന്റെ അവസാനത്തെ അത്താഴമെന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല. പിറ്റേന്ന് രാവിലെ അവർ ഊട്ടിയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഒരുമിച്ച് കറങ്ങിയതിനു ശേഷം വീണ്ടും ഒരു റൂം എടുക്കാൻ തീരുമാനിച്ചു. ഈ സമയത്താണ് ഓമന താൻ മറ്റൊരു റൂം കൂടി ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും നമുക്ക് നേരെ അങ്ങോട്ട് പോവാമെന്നും പറഞ്ഞ് റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ലോഡ്ജിലേക്ക് പോയത്. ഓമന ആദ്യം ഊട്ടിയിലെത്തിയപ്പോൾ തന്നെ ധാരാളം സാധനങ്ങൾ ആ റൂമിൽ വാങ്ങിച്ചു വെച്ചിരുന്നു. അനസ്തേഷ്യ കൊടുക്കാനുള്ള മരുന്ന്, കോട്ടൺ, പ്ലാസ്റ്റിക് ബാഗ്, സിറിഞ്ച്, സർജിക്കൽ ഗ്ലൗ, നൈഫ്, അങ്ങനെ ധാരാളം സാധനങ്ങൾ. ആ ലോഡ്ജിലെത്തിയ ഉടനെ തന്നെ ഓമന മുരളീധരനോട് ഒരു കാര്യം പറഞ്ഞു. നമ്മൾ രണ്ടുപേരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഇരട്ടി സുഖം ലഭിക്കാൻ വേണ്ടി ഞാൻ മലേഷ്യയിൽ നിന്നും ഒരു മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടി നീ ദയവായി അതൊന്ന് ഉപയോഗിക്കണം. അത് കേട്ട ഉടനെ മുരളീധരൻ വളരെ ആശ്ചര്യത്തോടെ അതെന്താണെന്ന് ഓമനയോട് ചോദിച്ചു. അതൊരു ഇഞ്ചക്ഷൻ ആണെന്നും നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നീയാണത് ഉപയോഗിക്കേണ്ടത് എന്നുമാണ് ഓമന പറഞ്ഞത്. ഇത് കേട്ട ഉടനെ തന്നെ മുരളീധരൻ ഓമനയോട് അത് തന്റെ ശരീരത്തിലേക്ക് കുത്തിവെക്കാൻ പറഞ്ഞു. ഇതോടെ ഹെവി ഡോസിലുള്ള അനസ്തേഷ്യയാണ് ഓമന മുരളീധരന്റെ ശരീരത്തെ കുത്തിവെച്ചത്. മരുന്ന് അകത്ത് ചെന്ന് കുറച്ചു നേരം കഴിഞ്ഞതും മുരളീധരന്റെ കണ്ണുകൾ ചെറുതായി മങ്ങാൻ തുടങ്ങി. അയാൾ മരണത്തിലേക്ക് വഴുതി വീഴുന്നത് ഒരു ചെറു പുഞ്ചിരിയോടെ ഓമന നോക്കി നിന്നു. മുരളീധരന്റെ മരണം ഉറപ്പാക്കിയതിനു ശേഷം അയാളുടെ ശരീരത്തിലെ രക്തം കട്ടപിടിക്കുന്നതിനായി മറ്റൊരു മരുന്നുകൂടി ഓമന കുത്തിവെച്ചു. അതിനുശേഷം ഡെഡ് ബോഡി ബാത്റൂമിനകത്തേക്ക് കൊണ്ടുപോയി സർജിക്കൽ നൈഫ് കൊണ്ട് തുണ്ടുതുണ്ടായി മുറിച്ചു. ഇങ്ങനെ മുറിക്കുമ്പോൾ കൂടുതൽ രക്തം വരാതിരിക്കാനായാണ് ഓമന ആദ്യമേ ഒരു മരുന്ന് കുത്തിവെച്ചത്. ഏകദേശം 3 മണിക്കൂർ കൊണ്ട് മുരളീധരന്റെ ശരീരം മുഴുവൻ അവർ തുണ്ടുതുണ്ടായി മുറിച്ചെടുത്തു. അതിനുശേഷം ആ ശരീരഭാഗങ്ങൾ ഒരു പ്ലാസ്റ്റിക് ബാഗിലേക്ക് മാറ്റി. ഇന്റേണൽ ഓർഗൻസ് എല്ലാം തുണ്ടുതുണ്ടായി മുറിച്ച് ടോയ്ലറ്റിനകത്തിട്ട് ഫ്ലഷ് അടിക്കാനായിരുന്നു ഓമന തീരുമാനിച്ചത്. അങ്ങനെ ഫ്ലഷ് അടിച്ചു കളയാൻ ശ്രമിച്ചപ്പോൾ അത് ക്ലോസറ്റിനകത്ത് തന്നെ തടഞ്ഞു നിന്നു. ഇതോടെ വേറെ വഴിയില്ലാതെ ആ ഓർഗൻസ് എല്ലാം തിരിച്ചെടുത്ത് ആ പ്ലാസ്റ്റിക് ബാഗിനകത്തേക്ക് തന്നെയാക്കി. എല്ലാത്തിനും ശേഷം ഈ പ്ലാസ്റ്റിക് ബാഗുകളെല്ലാം ഓമന നേരത്തെ വാങ്ങിവെച്ച 2 സൂട്ട് കേസിനകത്തിട്ട് ലോക്ക് ചെയ്തു. ബാത്റൂം എല്ലാം കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ആ രാത്രി ആ റൂമിൽ തന്നെ കിടന്നുറങ്ങുകയും ചെയ്തു. അടുത്ത ദിവസം രാവിലെ ഒന്നും അറിയാത്തതുപോലെ ആ 2 സൂട്ട് കേസുകളുമായി ഓമന റൂം വെക്കേറ്റ് ചെയ്ത് ആ ലോഡ്ജിൽ നിന്നും ഇറങ്ങി. നേരെ പോയത് രണ്ടാമത് ബുക്ക് ചെയ്ത റിസോർട്ടിലേക്കായിരുന്നു. അവിടെയുള്ള സാധനങ്ങളെല്ലാം എടുത്തതിനു ശേഷം ആ റൂമും വെക്കേറ്റ് ചെയ്തു. അങ്ങനെ ഓമനയുടെ പ്ലാനിന്റെ ആദ്യഘട്ടം കഴിഞ്ഞു. ഇനി ശരീരഭാഗങ്ങൾ ഉപേക്ഷിക്കണം. അതായിരുന്നു അടുത്ത പ്ലാൻ. ഊട്ടിയിൽ നിന്നും ഒരു ടാക്സി പിടിച്ച് ഓമന നേരെ കോയമ്പത്തൂരിലെത്തി. അവിടെ ഗാന്ധിനഗറിൽ ഒരു റൂം എടുത്തു. റൂം എടുത്തതിനു ശേഷം വീണ്ടും ഇന്റേണൽ ഓർഗൻസ് അവിടുത്തെ ബാത്റൂമിൽ ഫ്ലഷ് അടിച്ചു കളയാൻ ശ്രമിച്ചെങ്കിലും അതും നടന്നില്ല. വീണ്ടും ഇന്റേണൽ ഓർഗൻസ് എല്ലാം ആ സൂട്ട് കേസിനകത്ത് തന്നെ ഇട്ടു.
ഇന്റേണൽ ഓർഗൻസ് പെട്ടെന്ന് തന്നെ അഴുകി ദുർഗന്ധം വരുമെന്നുള്ളത് കൊണ്ടാണ് ഓമന അത് പെട്ടെന്ന് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്. പക്ഷെ വേറെ നിവൃത്തിയില്ലാതെ അവൾക്ക് അത് സൂട്ട് കേസിനകത്ത് തന്നെ ഇടേണ്ടതായി വന്നു. ആ 2 സൂട്ട് കേസുകളും റൂമിനകത്ത് വെച്ച് പുറത്തേക്കിറങ്ങിയ ഓമന വിലപിടിപ്പുള്ള 2 പെർഫ്യൂമുകൾ വാങ്ങിച്ചു കൊണ്ടുവന്നതിനു ശേഷം ആ സൂട്ട് കേസുകൾ മുഴുവനായി മടിച്ചു. അങ്ങനെ വീണ്ടും സമയങ്ങൾ കടന്നുപോയി. ഈ ശരീരഭാഗങ്ങൾ എവിടെ കൊണ്ടുപോയി കളയുമെന്ന് ആലോചിച്ചു കൊണ്ടിരുന്ന ഓമന ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തി. കൊടൈക്കനാലിലെ മലമുകളിൽ നിന്നും താഴേക്ക് വലിച്ചെറിയാം. അതായിരുന്നു ഓമനയുടെ തീരുമാനം. അതിന് പ്രകാരം ആ സൂട്ട് കേസുകളും എടുത്ത് കോയമ്പത്തൂരിലെ റൂം വെക്കേറ്റ് ചെയ്ത് ടാക്സി പിടിച്ച് നേരെ കൊടൈക്കനാലിലെത്തി. അവിടെ ഗ്രീൻ വാലി എന്ന ഹോട്ടലിൽ റൂം എടുത്തു. അതിനുശേഷമാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ 2 സൂട്ട് കേസുകളുമായി ഓമന കോക്കേഴ്സ് വാക്കിലെത്തുന്നത്. എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് ഓമനയ്ക്ക് ഒരു കാര്യം മനസ്സിലായത്. ആ സൂട്ട് കേസുകൾ അത്ര പെട്ടെന്നൊന്നും മലമുകളിൽ നിന്നും താഴേക്ക് വലിച്ചെറിയാൻ കഴിയില്ല. കാരണം അവിടെ ധാരാളം വിനോദസഞ്ചാരികളുണ്ട്. ഇതോടെ ആ പ്ലാനും ഫെയിലായി. അങ്ങനെയാണ് ശരീരഭാഗങ്ങൾ കന്യാകുമാരിയിലെത്തിച്ച് കടലിൽ ഉപേക്ഷിക്കാൻ ഓമന തീരുമാനിക്കുന്നത്. അതിൻ പ്രകാരം കൊടൈക്കനാലിൽ നിന്നും ഒരു ടാക്സി പിടിച്ച് കന്യാകുമാരിയിലേക്ക് യാത്ര ആരംഭിച്ചു. ഇതിനിടയിലാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ എല്ലാ സംഭവങ്ങളും നടക്കുന്നതും ഓമന പോലീസ് പിടിയിലായതും. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസുകാർ ഓമന താമസിച്ച എല്ലാ ഹോട്ടൽ മുറികളിലും പരിശോധന നടത്തി. ഫിംഗർ പ്രിന്റുകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ കളക്ട് ചെയ്തു. മുരളീധരന്റെ വെട്ടിമാറ്റിയ തള്ളവിരൽ ഉപയോഗിച്ച് പാസ്പോർട്ടിലെയും മാരേജ് സർട്ടിഫിക്കറ്റിലെയും ഫിംഗർ പ്രിന്റുകൾ പരിശോധിച്ചു. അങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടത് മുരളീധരൻ തന്നെയാണെന്ന് പോലീസുകാർ സ്ഥിരീകരിക്കുന്നത്. ഇതോടെ മുരളീധരനെ കൊന്ന കേസിൽ ഓമന ജയിലിലായി. 4 വർഷങ്ങൾ കടന്നുപോയി. 2001 ജനുവരി 19 ഓമനയ്ക്ക് ജാമ്യം ലഭിച്ചു. ജാമ്യത്തിലിറങ്ങിയ ഓമന അന്ന് രക്ഷപ്പെട്ടതാണ്. വർഷങ്ങൾ ഒത്തിരി കഴിഞ്ഞിട്ടും ഇപ്പോഴും അവർ എവിടെയാണെന്ന് ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മുൻപുണ്ടാക്കിയ കള്ള പാസ്പോർട്ട് ഉപയോഗിച്ച് ഓമന മലേഷ്യയിലേക്ക് തന്നെ കടന്നിരിക്കുമെന്നാണ് പോലീസുകാരുടെ നിഗമനം. തമിഴ്നാട് പോലീസും കേരള പോലീസും അന്വേഷിച്ച ഈ കേസ് 2007 ഇന്റർപോളിന്റെ ശ്രദ്ധയിലേക്ക് വരുന്നത്. കാരണം ഓമന രാജ്യം വിട്ടു പോയിട്ടുണ്ട് എന്ന് പോലീസുകാർക്ക് ഉറപ്പായിരുന്നു. ഇന്റർപോളും ഈ കേസിൽ ഇൻവോൾവ് ആയതോടെ ഇന്റർനാഷണൽ ലെവലിൽ ഓമന പിടികിട്ട പുള്ളികളുടെ കൂട്ടത്തിൽ ഇടം നേടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2017 മലേഷ്യയിലെ ഒരു വലിയ കെട്ടിടത്തിൽ നിന്നും ഒരു ഇന്ത്യൻ സ്ത്രീ താഴെ വീണു മരണപ്പെട്ടു എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നത്. അങ്ങനെ മരണപ്പെട്ട ആ സ്ത്രീ ഡോക്ടർ ഓമനയാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഓമനയുടെ ബന്ധുക്കളും അത് ഓമന തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ആ ശരീരം പരിശോധിച്ച DSP വേണുഗോപാൽ പറഞ്ഞത് ആ സ്ത്രീയെ കാണാൻ ഓമനയെ പോലെയുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അത് ഓമനയല്ല എന്നാണ്. കാരണം മരണപ്പെട്ട ആ സ്ത്രീക്ക് 40 വയസ്സിന് താഴെ പ്രായമുണ്ടാവുകയുള്ളൂ. എന്നാൽ ഓമന ആ സമയം ജീവനോടെയുണ്ടെങ്കിൽ അവർക്ക് 70 വയസ്സുണ്ടാവണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രിവാൻഡ്രത്ത് നിന്നും ഒരു കുടുംബം ആ പെൺകുട്ടി ഞങ്ങളുടെ മകളാണെന്നും പേര് മെർലിൻ റൂബിയാണെന്നുമുള്ള അവകാശവാദവുമായി മുന്നോട്ട് വന്നത്. പിന്നീട് മരണപ്പെട്ടത് ഓമനയല്ല എന്നും മെർലിൻ റൂബിയാണെന്നും സ്ഥിരീകരിക്കപ്പെട്ടു. ഇപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ്. ഓമന എവിടെ പോയി? അവരിപ്പോൾ ജീവനോടെയുണ്ടാവുമോ? ഇന്നും അവർ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ലേഡി സുകുമാരക്കുറുപ്പ് എന്ന പേരിൽ കേരളത്തിലും ഇന്റർപോൾ ഉൾപ്പെടെ ഇൻവോൾവ് ആയ കേസായതുകൊണ്ട് ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു കേസാണ് ഓമനയുടേത്. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം. വിദേശത്ത് നടന്ന ക്രൈം ഇൻവെസ്റ്റിഗേഷൻ കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ മെയിൻ ചാനലായ ഇൻവെസ്റ്റിഗേഷൻ സ്പോട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്.